ഭക്തരെ, വിധിയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അത് വിധിയെ മാറ്റിമറിക്കും. ഒരിക്കൽ പരാജയപ്പെട്ടു എന്നു കരുതി ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. കാരണം പരാജയം പരിശ്രമത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അറിവ് എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഭക്തരെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നതും. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. ഭക്തരെ, സന്തോഷമായിരിക്കാൻ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുവാൻ ഉള്ളത് നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയോട് മാത്രമാണ്. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അത് എന്തും ആയിക്കൊള്ളട്ടെ, ഉപേക്ഷിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. ഭക്തരെ, ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേയൊരു കാരണം, അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നിങ്ങൾ പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. വിജയത്തിൻ്റെ തൊട്ടുമുന്നിലെത്തി പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ അതൊരു പാഠവും. അതിൽ കൂടുതൽ അയാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിനായി പ്രയത്നിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ച് ലക്ഷ്യം നേടുക. മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ടാകും. ഓം നമഃ ശിവായ.